ഒരു കാലത്ത് മലയാള സിനിമകളിൽ നിറസാന്നിധ്യമായിരുന്നു ഷക്കീല. മറ്റു ഭാഷകളിലും അവർ വേഷമിട്ടിട്ടുണ്ട്. ഇപ്പോൾ സിനിമകളിൽ അത്ര സജീവമല്ല നടി. ഇപ്പോഴിതാ നടിയെയും മകളെയും സംബന്ധിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. നടി ഷക്കീലയ്ക്ക് മർദ്ദനമേറ്റതായി പരാതി ലഭിച്ചിരിക്കുകയാണ്. നടി ഷക്കീലയുടെ വളർത്തുമകളായ ശീതൾ ക്രൂരമായി മർദ്ദിക്കുകയും തള്ളിയിടുകയും ചെയ്തുവെന്നാണ് പരാതി. ഷക്കീലയുടെ അഭിഭാഷക സൗന്ദര്യയ്ക്കും മർദ്ദനമേറ്റതായി പരാതിയുണ്ട്. സംഭവത്തെ തുടർന്ന് ഇരുവരെയും ചെന്നൈയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അഭിഭാഷകയുടെ പരാതിയെ തുടർന്ന് ശീതളിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടോടെ ചെന്നൈയിലെ കോടമ്പക്കം യുണൈറ്റഡ് ഇന്ത്യ കോളനിയിലെ വീട്ടിൽ വെച്ചാണ് സംഭവം നടന്നത്. കേസെടുത്ത പോലീസ് ഷക്കീലയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഷക്കീലയ്ക്കെതിരെയും പരാതി ലഭിച്ചിട്ടുണ്ട്. ചെന്നൈയിലെ കോടമ്പക്കം യുണൈറ്റഡ് ഇന്ത്യ കോളനിയിലാണ് ഷക്കീല താമസിക്കുന്നത്. ഇവിടെ വെച്ചാണ് വളർത്തുമകൾ ശീതളും ഷക്കീലയും തമ്മിൽ തർക്കമുണ്ടാകുന്നതും. വാഗ്വാദം രൂക്ഷമായതിനൊടുവിൽ ശീതൾ ഷക്കീലയെ മർദ്ദിക്കുകയായിരുന്നു. ശനിയാഴ്ച വൈകിട്ട് നടന്ന സംഭവം ഷക്കീല സുഹൃത്തിനെ അറിയിച്ചതോടെയാണ് ഇത് പുറം ലോകം അറിഞ്ഞതും പോലീസ് കേസെടുത്തതും. ഷക്കീല തങ്ങളെ ആക്രമിച്ചെന്ന് കാണിച്ച് ശീതളിന്റെ ബന്ധുക്കളും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വഴക്കിനിടെ ഷക്കീലയെ ശീതൾ ആക്രമിക്കുകയും നിലത്ത് തള്ളിയിട്ട ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. തുടർന്ന് പ്രശ്നം പരിഹരിക്കാനായി വിളിച്ച അഭിഭാഷകയെ ശീതൾ അധിക്ഷേപിച്ച് സംസാരിച്ചു. വീട്ടിലെത്തിയ ശീതളും ബന്ധുക്കളും അഭിഭാഷകയെ മർദ്ദിച്ചു എന്നിങ്ങനെയാണ് ആരോപണങ്ങൾ. സംസാരത്തിനിടെ ഷക്കീലയുടെ തലയിൽ ട്രേ കൊണ്ട് അടിച്ചുവെന്നും ശീതളിന്റെ അമ്മ അഭിഭാഷകയുടെ കൈ കടിച്ചു മുറിച്ചുവെന്നും പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. വളർത്തുമകൾ മർദ്ദിച്ചുവെന്ന വിവരം ഷക്കീല സുഹൃത്തായ നർമ്മദയെ വിളിച്ചു പറയുകയായിരുന്നു. ഇവർ അഭിഭാഷകയായ സൗന്ദര്യക്കൊപ്പം വീട്ടിലെത്തി. ഈ വേളയിൽ ശീതളിന്റെ ബന്ധുക്കൾ അവിടെ എത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സമവായ ചർച്ചയ്ക്ക് വേണ്ടി അഭിഭാഷക വിളിച്ചു വരുത്തിയതാണ് എന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ചർച്ചകൾ നടക്കുന്നതിനിടെ ശീതളിന്റെ അമ്മയും സഹോദരിയും ചേർന്ന് സൗന്ദര്യയെ മർദ്ദിച്ചുവെന്ന് മറ്റൊരു പരാതിയും ലഭിച്ചിട്ടുണ്ട്. സൗന്ദര്യ ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. കുടുംബ പ്രശ്നങ്ങളും പണത്തെക്കുറിച്ചുള്ള സംസാരവുമാണ് തർക്കത്തിലേക്കും മർദ്ദനത്തിലേക്കും എത്തിയതത്രേ. പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഷക്കീലയ്ക്ക് മർദ്ദനമേറ്റ പരാതി, അഭിഭാഷകയെ ശീതളിന്റെ ബന്ധുക്കൾ മർദ്ദിച്ച പരാതി എന്നിവയ്ക്ക് പുറമെ ഷക്കീല മർദ്ദിച്ചുവെന്ന് കാണിച്ച് ശീതളിന്റെ ബന്ധുക്കൾ നൽകിയ പരാതിയും കോടമ്പക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. അടുത്തിടെ തന്റെ കുടുംബ വിഷയങ്ങളും വ്യക്തിജീവിതത്തെ പറ്റിയും ഷക്കീല പരസ്യമായി പറഞ്ഞത് ഏറെ ചർച്ചയായതായിരുന്നു. പരാതി സംബന്ധിച്ച് അന്വേഷണം തുടങ്ങിയ പോലീസ് ഷക്കീലയുടെ വീട്ടിൽ നിന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ശീതളിന്റെ അമ്മയും സഹോദരിയും ഇവിടെ എത്തിയിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. വളരെ ചെറിയ പ്രായത്തിൽ ശീതളിനെ ദത്തെടുത്തതാണ് ഷക്കീല. കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ശീതളിനോട് തനിക്കുള്ള സ്നേഹത്തെക്കുറിച്ച് ഷക്കീല തുറന്ന് സംസാരിച്ചിരുന്നു. ശീതൾ തന്നെ കരയിച്ചതിനെ കുറിച്ചും ഷക്കീല അന്ന് സംസാരിച്ചിരുന്നു. ഷക്കീലയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: എന്റെ ചേട്ടന്റെ രണ്ടാമത്തെ മകളെ 6 മാസം പ്രായമുള്ളപ്പോൾ മുതൽ ഞാനാണ് വളർത്തുന്നത്. എന്റെ മകളാണെന്ന് എല്ലാവരും പറയും. അത്രയധികം ഇഷ്ടമാണ്. അവളുടെ അമ്മയുടെ സ്വഭാവം ശരിയല്ലായിരുന്നു. കുട്ടികളെ അവർ ഉപേക്ഷിച്ചു പോയതാണ്. എനിക്കെല്ലാം ആ മകളായിരുന്നു. ശീതൾ എന്നാണ് മകൾക്ക് നൽകിയ പേര്. മരിച്ചുപോയ തന്റെ ചേച്ചിയുടെ പേരാണ്. അതിനാൽ പേരെടുത്ത് വിളിക്കില്ല. ഒരു ദിവസം എന്തോ കാര്യം സംസാരിക്കവേ അമ്മയെ നിനക്ക് ഇഷ്ടമാണോ എന്ന് മൂത്ത മകളോട് ചോദിച്ചു. ഇഷ്ടമാണെന്ന് അവൾ പറഞ്ഞു. എനിക്കും ഇഷ്ടമാണെന്ന് ശീതളും പറഞ്ഞു. ഇന്ന് വരെയും അമ്മയോട് അവർ സംസാരിച്ചിട്ടില്ല. അമ്മ വന്ന് നിന്നാലും സംസാരിക്കില്ല. എന്നാൽ അമ്മയെ ഇഷ്ടമാണെന്ന് അവൾ പറഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ കരഞ്ഞു. അവരുടെ അമ്മ ഒളിച്ചോടിപ്പോയത് മൂലം എന്റെ ചേട്ടൻ മദ്യപിച്ച് മരിച്ചു. അക്കാര്യം അവർക്ക് അറിയില്ലായിരുന്നുവെങ്കിൽ ഓക്കെ, പക്ഷേ അവർക്ക് അറിയാം. ഒരു മകളെ IPS ആക്കാനും ഒരാളെ IAS ആക്കാനും ഞാൻ അവരെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. സ്കൂളിൽ ഞാൻ അടച്ച ഫീസ് അവരുടെ അമ്മ തിരിച്ചു വാങ്ങി. കുട്ടികളെ പഠിപ്പിച്ചില്ല. ഇങ്ങനെയൊരു അമ്മയെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് എനിക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. മൂത്ത മകൾ ഗർഭിണിയായിരുന്നു. എന്റെ വീട്ടിലാണ് ഉണ്ടായിരുന്നത്. വളകാപ്പ് ചടങ്ങൊക്കെ ചെയ്തു. അത്ത എന്ന നിലയിൽ ഞാൻ എല്ലാം ചെയ്തു. എന്നാൽ ഇളയവൾക്ക് ഞാൻ അമ്മയേക്കാൾ വലിയ ആളാണെന്ന് ഞാൻ കരുതി.
ജീവൻ കൊടുത്ത് സ്നേഹിച്ചതാണ്. ഒരു ഡ്രസ്സ് ചോദിച്ചാൽ 10 ഡ്രസ്സ് വാങ്ങി നൽകും. എനിക്ക് ആഭരണം ഇല്ലെങ്കിലും അവൾ ധരിക്കണമെന്ന് ഞാൻ കരുതും. പെട്ടെന്ന് അമ്മയാണ് ഇഷ്ടമെന്ന് അവൾ പറഞ്ഞപ്പോൾ ഞാൻ വീണുപോയി. ഇതായിരുന്നു ഷക്കീല തുറന്നു പറഞ്ഞ വാക്കുകൾ. ഷക്കീലയുടെ ഈ തുറന്നു പറച്ചിലാണ് ഇരുവരും തമ്മിലുള്ള വാഗ്വാദത്തിലേക്ക് നയിച്ചതും ഒടുവിൽ മർദ്ദനത്തിൽ കലാശിച്ചതും.